2,000 രൂപയുടെ ലോണ് 1,651 കോടി ഡീലായിട്ട് മാറിയെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ നമുക്ക് ഇതിന്റെ പുറകിലുള്ള വ്യക്തിയെ കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ ബ്രാൻഡ് മിഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സഞ്ജീവ് ജുനേജ. അപ്പൊ സഞ്ജീവിന്റെ അച്ഛന് ആയുർവേദത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നു. അപ്പൊ കുട്ടിക്കാലം മുതലേ അച്ഛനെ കണ്ട് ഇൻസ്പയർ ആയി വളർന്നു വന്ന ആളാണ് സഞ്ജീവ്. എന്നാൽ 1999 അദ്ദേഹത്തിന്റെ അച്ഛനെ നഷ്ടമായി. അപ്പം ഇവിടെ ഗിവ് അപ്പ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം അച്ഛന്റെ ആ വലിയ സ്വപ്നം നിറവേറ്റണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം 2001 അമ്മയുടെ കയ്യിൽ നിന്ന് വെറും 2,000 രൂപയുടെ കടം വാങ്ങിക്കൊണ്ട് സഞ്ജീവ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങി. ആയുർവേദ എല്ലാ വീടുകളിലും എത്തിച്ചേരണം എന്ന ഉറച്ച മനസ്സോടെയായിരുന്നു ഇത് ചെയ്തത്. 2 വർഷത്തോളം അദ്ദേഹം പേഴ്സണലി ഓരോ കടകൾ തോറും കയറി ഇറങ്ങി റീറ്റെയിലേഴ്സിനെ കൺവിൻസ് ചെയ്തു. അങ്ങനെ 2009 അദ്ദേഹം കേഷ് കിങ് ലോഞ്ച് ചെയ്തു. അത് എല്ലാ വീടുകളിലും അറിയപ്പെടുന്ന ഒരു ഹെയർ കെയർ ബ്രാൻഡ് ആയിട്ട് മാറി. ഇപ്പൊ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന പരസ്യങ്ങളില്ല, കോടികൾ ഇവിടെ മാർക്കറ്റിംഗിനായിട്ട് ചെലവാക്കിയിട്ടില്ല. കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെ അവരുടെ വിശ്വാസം ഇവിടെ വളർന്നു. ഇപ്പൊ 2015 ആയപ്പോഴേക്ക് കേഷ് കിങ് 300 കോടിയുടെ റവന്യൂ നേടി. അതുപോലെ തന്നെ ഇമാമിയുടെ ശ്രദ്ധ ഇവിടെ പിടിച്ചു. അങ്ങനെ ഇമാമി കേഷ് കിങ് എന്ന ബ്രാൻഡ് അക്വയർ ചെയ്തു. അപ്പം ഇവിടുത്തെ ഡീൽ പ്രൈസ് എത്രയായിരുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? 1,651 കോടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG ടേക്ക് ഓവറിൽ ഒന്ന്. ഇപ്പൊ സെയിൽസിന് ശേഷം ജുനേജ് ഡിവിസ ഹെർബൽസ് വഴി ബിസിനസ് ഇവിടെ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ അതിൽ റൂബ് മന്ത്ര, പെറ്റ് സാഫ, ഡോക്ടർ ഓർത്ത പോലത്തെ പുതിയ ബ്രാൻഡുകൾ തുടങ്ങി. അപ്പം അമ്മ കൊടുത്ത 2,000 രൂപയുടെ ലോൺ കൊണ്ട് അച്ഛന്റെ വലിയ സ്വപ്നം നിറവേറ്റി. പിന്നെ നിങ്ങൾക്ക് അറിയാവോ, ചില വലിയ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് വലിയ ക്യാപിറ്റൽ ബേസിലല്ല, സ്നേഹം കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത ഏത് ബ്രാൻഡ് സ്റ്റോറി കേൾക്കാനാണ് താല്പര്യം? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാം.